കേരളത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നോടും സഹയാത്രികയായ മറ്റൊരു പെൺകുട്ടിയോടും വളരെ മോശമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. വീഡിയോ പോസ്റ്റ് ചെയ്ത സ്ത്രീ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇനി നിങ്ങൾ പറയൂ എന്നാണ്. ആ വീഡിയോയിൽ ആരുടെയും മുഖം ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ പബ്ലിഷ് ചെയ്തു, അത് വൈറലാവുന്നു. ആ വീഡിയോയിലെ കുറ്റാരോപിതനായ വ്യക്തി പിന്നീട് ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇനി ഒരു പുരുഷൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങൾ നടക്കുന്നു. പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വീഡിയോ കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ പറയാനുള്ളത്, ഈ വീഡിയോ ഇതിൽ ആരുടെ ഭാഗത്താണ് സത്യം, ആരാണ് ഇവിടെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി, എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നൊന്നും പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല. ഈ വീഡിയോ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോയും സത്യം ഇതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോ അല്ല. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ അഭിപ്രായങ്ങളെ ചിലരെങ്കിലും സത്യമാണെന്ന് വിചാരിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള വളരെ മോശം റിയാക്ഷനുകളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫിസിക്കലിയോ മെൻ്റലിയോ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ലൈംഗികമായ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുള്ള അതിൻ്റെ ട്രോമ ഇന്നും കൊണ്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇനി അതല്ല ആരെങ്കിലും ഒരാൾ വളരെ ഫാൾസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ നിങ്ങൾക്കെതിരെ നടത്തുകയും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകയും ആ ട്രോമ ഇപ്പോൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ട്രിഗറിങ് ആയേക്കാം. സോ അതുകൂടി പരിഗണിച്ചിട്ട് തുടർന്ന് കാണാം. നമ്മുടെ നാട്ടിലെ മനുഷ്യർ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ട്രോമ എന്നുള്ള വാക്ക് കേൾക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പെൺകുട്ടിയിൽ നിന്നാണ്. എന്നെക്കാളും മുതിർന്ന ആളാണ്, അതായത് 89 അവൾ ജനിക്കുന്നത്. അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് സെൻറ്റ് ആൻ്റണി സ്കൂളിൽ പഠിക്കുന്നു. അവിടുന്ന് സെൻറ്റ് തെരേസസ് കോളേജിലോ സ്കൂളിലോ മറ്റോ എന്തോ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഒരുപാട് ആളുകൾ വന്നിരിപ്പുണ്ട്. അങ്ങനെ അവൾ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗേറ്റിനടുത്തുനിന്നോ മറ്റോ ഒരു പുരുഷൻ അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് കയറി വരികയും അയാളുടെ ലൈംഗിക അവയവം അവളെ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊരു വലിയ പേടിപ്പിക്കുന്ന ഓർമ്മയായിട്ട് അവൾ എന്നോട് പങ്കുവെക്കുന്നത് 2009 മറ്റോ ആണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്നത്. എനിക്കതൊരു വലിയ ഷോക്കായിരുന്നു. അങ്ങനെ ഒരാൾ, എന്ത് സന്തോഷമാണ് അവർക്കതിൽ നിന്ന് കിട്ടുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അയാളുടെ ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പെൺ സുഹൃത്തുക്കളിൽ നിന്ന്, ഈവൻ എൻ്റെ അനിയത്തിമാരിൽ നിന്നുമൊക്കെ പല തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി. എന്തിന്? ഞാൻ പോലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഭീകരമായൊരു അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയാവുകയായിരുന്നു എന്ന് കുറേ ആളുകൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിലൊരു ലേറ്റർ സ്റ്റേജിലാണ്. ഞാൻ എൻ്റെ ഒരു 20ാമത്തെയോ 21ാമത്തെയോ വയസ്സിലെത്തുമ്പോഴാണ് അന്ന് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തത് ഇന്ന ഉദ്ദേശം വെച്ചിട്ടായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരുന്നത്. അത് എൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാവുന്ന ആളുകളുടെ എണ്ണം പറയുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ സ്ത്രീകളായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതു ഇടങ്ങളിൽ, ബസ്സുകളിലും ട്രെയിനുകളിലും ഒറ്റയ്ക്കായി പോകുന്ന ഇടങ്ങളിലുമെല്ലാം സ്ത്രീകൾ വളരെയധികം പാനിക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മ, ഞാൻ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് തൃശ്ശൂർ കുറച്ച് ഉള്ളിലോട്ട് കയറി, എരുമപ്പെട്ടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ബസ്സിലാണ്. എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്കൂൾ കുട്ടികൾ, പെൺകുട്ടികൾ വന്ന് കയറി, ബസ്സിൽ ഫ്രണ്ടിൽ കയറി. അപ്പോൾ എൻ്റെ ഓർമ്മയിലെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്ത് പ്രവീണും കൂടി ഞങ്ങൾ ആ ബസ്സിലെ സ്ത്രീകളുടെ സീറ്റിൻ്റെ തൊട്ട് പുറകിലത്തെ സീറ്റിലാണ്. എന്ന് വെച്ചാൽ അവിടെയാണ് സീറ്റ് ഉണ്ടാവുക, ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ സെൻറ്റ് ആൻ്റണീസിലെ പിള്ളേരെല്ലാം വരും, അവരെല്ലാവരും ഞങ്ങളുടെ മടിയിൽ ബാഗ് വെക്കും, ഞങ്ങളോട് സംസാരിക്കും. അപ്പോൾ എനിക്ക് ഈ സ്കൂൾ യൂണിഫോം ഇട്ട് വരുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ വളരെയധികം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഈ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് ബ്രേക്ക് ഇടുകയും നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ആയുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് പോകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ കൈ ഇങ്ങനെ സ്ലിപ്പായി ആ കുട്ടിയുടെ, എൻ്റെ ഫ്രണ്ടിൽ നിന്ന കുട്ടിയുടെ കയ്യിൽ ടച്ച് ചെയ്തു. അവൾ എന്നെ തിരിഞ്ഞു നോക്കിയ നോട്ടം, ആ നോട്ടം ഒരിക്കലും ഒരു ദേഷ്യമായിരുന്നില്ല, അവൾ പേടിച്ചാണ് നോക്കിയത്. അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു നോട്ടമാണ്. അവൾ എന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആലോചിക്കുമ്പോൾ അവൾ എന്തുമാത്രം ദുരനുഭവങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നേരിട്ടിട്ടുണ്ടാവാം. ആരോടും പറയാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ടു നടന്ന എത്രയോ പെയിൻ ഉണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ, ഞാൻ 90ലാണ് ജനിക്കുന്നത്, അതിന് ശേഷമുള്ള വളരെ കുറച്ചിപ്പുറം മാത്രം എത്തിയിട്ടുള്ള ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ പറ്റാതെ പോയിട്ടുള്ള ആളുകളാണ്. അതൊരു തെറ്റല്ല, കാരണം നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ പഠിക്കുന്നതിനേക്കാൾ മിണ്ടാതെ മാറി നിൽക്കുക എന്നുള്ള രീതിയിലാണ് ട്രെയിൻഡ് ആയിരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു അനീതി കണ്ടു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനീതി ഏറ്റു,
നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന സമയത്ത് നീ എന്തിനാ പ്രതികരിക്കാൻ പോയേ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം കേൾക്കുക. ബസ്സിൽ വെച്ചൊരു ദുരനുഭവം ഉണ്ടായി, ഒരു പെൺകുട്ടി ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്ന് ചോദിക്കുന്നൊരു സമൂഹമായിരുന്നു നമ്മൾ ഒതുങ്ങി നിൽക്കണം, നമ്മൾ മാറി നിൽക്കണം, അതല്ലേ വേണ്ടത് എന്ന ഉപദേശങ്ങളായിരുന്നു നിറഞ്ഞു തന്നിരുന്നത്. പിന്നെ ഇത്തരം സാഹചര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ ഒരാളോടാണ് ഇത് പ്രകടിപ്പിക്കുക. മറ്റാരും കാണുന്നില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പ് വരുത്തുകയും ചെയ്യും. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരാൾ ചെയ്തു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തെളിവില്ല. അപ്പോൾ ആളുകളൊക്കെ ആസ് യൂഷ്വൽ രണ്ടായി തിരിയും, രണ്ടുപേരുടെയും ഭാഗം നിൽക്കും, വെറുതെ വർത്താനം പറയും, ബഹളം, ചിലപ്പോൾ ഉന്തും തള്ളുവാം. അതിനപ്പുറത്തേക്ക് അവിടെ നീതി കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നീ ഓക്കെ ആണോ എന്നുള്ളൊരു ചോദ്യം പോലും നമ്മളാരും, ഞാനൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ട് പോലുമില്ല. പൊതു ഇടങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ബസ്സാകുമ്പോൾ തട്ടും മുട്ടും അങ്ങനെ മുട്ടിയൊരഞ്ഞു പോയി എന്നൊക്കെ വരും. അതിനൊക്കെ ഇങ്ങനെ പ്രശ്നം പറയാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത് നമ്മൾ ഈ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആത്മഹത്യ ഉണ്ടായതിനു ശേഷം ആ വീഡിയോ ചിത്രീകരിച്ച പെൺകുട്ടി, അവരുടെ ന്യായങ്ങളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന ഇതാണ്, ബസ്സാകുമ്പോൾ തട്ടിന്നും മുട്ടിന്നും ഒക്കെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഒരുപാട് അനീതികൾ ഏറ്റിട്ടും മിണ്ടാൻ പറ്റാതെ പോയിട്ടുള്ളതും ഇനിയെങ്കിലും പ്രതികരിക്കണമെന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു ജനറേഷനോടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും, നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത്തരം സിറ്റുവേഷൻസിൽ ആദ്യം ഇരയാക്കപ്പെടുന്ന ആൾ, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ട്രാൻസ്ജെൻഡർ ആയാലും ആരായാലും, ആദ്യം ഉണ്ടാവുക പേടിയാണ്. ആ പേടിയെ നമ്മൾ ഓവർകം ചെയ്യണം. ചുറ്റുമുള്ള ആളുകളൊന്നും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇതിനോട് പ്രതികരിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്ന അത്രയും ആത്മധൈര്യം ഉള്ളിലുണ്ടാവണം. അതിനുശേഷം ഇത് നാലാൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു തെളിവ് വേണം. ഇത്രയും കാര്യങ്ങൾ ഉറപ്പിക്കുമ്പോഴാണ് ഒരാൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് കാരണം ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ഒരു സൈഡിൽ നടക്കുന്നത്. ഇത് ആളുകളെ പ്രതികരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടി നമുക്ക് ഏത് സാഹചര്യത്തിലും ഒരു തെളിവ് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് പോലും അവർ നമ്മളോട് നീതിയോടെ അല്ല പെരുമാറുന്നത് നമുക്ക് തോന്നിയാൽ, അവരുടെ ഭാഗത്ത് ന്യായമില്ലെന്ന് തോന്നി നമുക്കത് ഫോണിൽ ചിത്രീകരിക്കാനുള്ള അവകാശമുണ്ട്. ആ സാഹചര്യത്തിന് നമ്മൾ ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ അങ്ങനെ ചിത്രീകരിക്കപ്പെട്ട ഒരു തെളിവ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് ആദ്യമായിട്ട് അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ വരുന്നത് ബസ്സിൽ വെച്ച് ലൈംഗിക അവയവം പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സവാദ് എന്ന് പറയുന്ന ഒരു യുവാവിനെതിരെ വന്ന വീഡിയോ ആണ്. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നതിനെക്കുറിച്ച്, സ്ത്രീകൾ പൊതു യാത്രാ ഇടങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അവർ നേരിടേണ്ടി വരുന്ന ഇത്തരം മോശം കാഴ്ചകളെ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം ഇത്തരം വീഡിയോസ് ഒരു പബ്ലിക് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അതിന് ചില ഉപകാരങ്ങളുണ്ടായിരുന്നു. ഒന്നൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ സ്ത്രീകൾ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു അവയർനെസ്, കുറ്റവാളികൾ നിയമത്തിന് മുന്നിലേക്ക് വരിക എന്നുള്ളത്, പിന്നെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ, അതായത് ഒരു തെളിവെന്ന നിലയിൽ ഇത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്യപ്പെടാനും പ്രചരിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നാളെ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ മുതിരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു പൊട്ടൻഷ്യൽ ക്രിമിനൽ എന്ന് തന്നെ പറയാം. കാരണം ഒരാളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ക്രിമിനലിനെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടും. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു എക്സ്പോസിങ് കൾച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാളുടെ പ്രൈവസിക്കകത്ത് കടന്നു കയറി അയാളിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു കാണിക്കുന്നു, ദാ പിടിച്ചോ ഈ ക്രിമിനലിനെ, നിങ്ങൾ തീരുമാനിക്കൂ ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ അയാളുടെ പ്രൈവസിക്ക് ഒരു വിലയും കൊടുക്കാതെ എടുത്ത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചർ, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കൾച്ചറിൻ്റെ കൂടി ഒരു റിഫ്ലക്ഷൻ ചേരുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു കാര്യം കിട്ടിയാൽ നമ്മളത് ഷൂട്ട് ചെയ്ത് 4 പേരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത. ബേസിക്കലി ഇതൊരു തെളിവാണ്. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കോ കൂടെയുള്ള ഒരാൾക്കോ അനീതി നേരിടുന്നു എന്ന് തോന്നുമ്പോൾ അത് പകർത്തി വെക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതൊരു തെളിവായി ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം മാത്രം നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ബസ്സിൽ വെച്ച് തൻ്റെ സഹയാത്രികയ്ക്ക് നേരെയും തനിക്ക് നേരെയും മോശമായ രീതിയിലുള്ള പ്രവൃത്തി ഒരാളിൽ നിന്നുണ്ടായി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ വ്യക്തിയുടെ വീഡിയോ ഇവർ പകർത്തുന്നു. പകർത്തിയതിന് ശേഷം ഫസ്റ്റ് പ്രയോറിറ്റി ഈ ബാധിക്കപ്പെട്ട ആളുടെ മെൻ്റൽ ഹെൽത്താണ്. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള ആൾ അവർ ഓക്കെ ആവുക എന്നുള്ളതാണ്. അവർ ഓക്കെ ആയി പ്രതികരിക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരാദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ ബസ്സിനകത്തെ, നമ്മളിപ്പോൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ അവിടെ TT ആണ്, അവരോടാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ട്രെയിനിലൊരു സൗകര്യം എന്ന് വെച്ചാൽ RPFൻ്റെ നമ്പറൊക്കെ എല്ലാ ബോഗിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ബസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിലെ കണ്ടക്ടറാണ് അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. KSRTC ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എനിവേ ഈ ബസ് കണ്ടക്ടറോട്
നമുക്ക് പറയാം ഇങ്ങനൊരു ദുരനുഭവം ഈ യാത്രക്കാരിൽ നിന്നുണ്ടായി, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. കണ്ടക്ടറുടെ ഭാഗത്തു നിന്ന് നല്ലൊരു റെസ്പോൺസ് അല്ല ഉണ്ടാവുന്നതെങ്കിൽ, കണ്ടക്ടർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അയാളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലെങ്കിൽ സഹയാത്രികരോട് നമുക്ക് സഹായം ആവശ്യപ്പെടാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ തെളിവുള്ള പക്ഷം നമുക്ക് നേരെ ഒരു അനീതി ഉണ്ടാകുമ്പോൾ നമ്മളത് പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് വനിതാ കമ്മീഷനുണ്ട്. പുരുഷന്മാർക്ക് കമ്മീഷൻ വേണമെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇതിനൊക്കെ മുകളിൽ ഇവിടെ കോടതിയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഒരു നീതിയും കിട്ടുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് നേരിട്ട് കോടതിയിൽ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യാം. കോടതിയിൽ പോയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന നീതി ഡെലിവർ ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവിടെയും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മീഡിയയുടെ മുന്നിലേക്ക് പോകാം, സോഷ്യൽ മീഡിയയിലേക്ക് പോകാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നിയമപരമായ മാർഗ്ഗങ്ങളെ മുഴുവൻ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അവരിട്ടിരുന്ന ക്യാപ്ഷൻ പോലും ഇനി നിങ്ങൾ തീരുമാനിക്കൂ എന്നാണ്. ആരാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്? എനിക്കൊരു അനീതി ഉണ്ടായി, എനിക്ക് അനീതി ഉണ്ടാവാനുള്ള കാരണം ഇന്നയാളാണ്. അതായത് രണ്ട് വ്യക്തികൾക്കിടയിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇനി ജനങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഒരു ഫുൾ കോടതി സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ അവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജേർണലിസ്റ്റുകളും പോലീസുകാരുമായിട്ട് ആ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അത് കഴിയുമ്പോൾ രണ്ട് വ്യക്തികളാണല്ലോ. അപ്പോൾ ആ രണ്ട് വ്യക്തികൾക്കും വേണ്ടി വാദിക്കാൻ, വാദിഭാഗവും പ്രതിഭാഗമായിട്ടിരുന്ന് വാദിക്കാൻ കുറേ ആളുകളുണ്ട്. ഇതിനിടയിൽ കുറേ ജഡ്ജികളുണ്ട്. ഇന്ന ആളുടെ ഭാഗത്താണ് തെറ്റ്. രണ്ട് വീഡിയോ ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഈ വീഡിയോ ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഇന്ന ആളാണ് പ്രതി. അങ്ങനെ അവിടെ വിധി തീരുമാനിക്കുകയാണ്. അതിനുശേഷം വേറെ കുറച്ച് ആളുകളുണ്ട്. അവർ ഈ വിധി നടപ്പാക്കുന്ന ആളുകളാണ്. ട്രോളുകളായി, മീമുകളായി, ഇവനെയൊക്കെ ഇങ്ങനെ ചെയ്താൽ പോരാ, തല്ലിക്കൊല്ലണം, ഇവൻ്റെയൊക്കെ മുഖം പബ്ലിഷ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്ന സമയത്ത് ഇവൻ്റെയൊക്കെ മുഖം പബ്ലിഷ് ചെയ്യണം സഹോദരി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് ഇതിന് കൈയടിച്ചിരുന്ന ഇതേ ആളുകളാണ് ഈ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങൾ കാരണം ജീവിക്കാൻ അവസ്ഥ ഇല്ലാതാവുന്നു എന്ന് പറയുന്ന അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടാവുക. കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ കോടതിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വാദിക്കുന്നു, വിധിക്കുന്നു, നടപ്പിലാക്കുന്നു. യഥാർത്ഥ കോടതിക്ക് വേണമെങ്കിൽ ഒരാളെ തൂക്കിക്കൊല്ലാൻ വരെയുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കോടതിയുടെ പ്രത്യേകത അയാളെ സോഷ്യലി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും അയാൾക്കോ അയാളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ സാധിക്കാൻ പറ്റാത്തടത്തോളം അയാളെ താറടിച്ച് കാണിച്ച് അയാളെ ഇല്ലായ്മ ചെയ്യുക. എന്നാൽ തെളിവുകളായി ഇവരുടെ മുന്നിലേക്ക് കിട്ടുന്നത് ഏറ്റവും മൂലം കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും ചില സ്റ്റേറ്റ്മെൻറ്റുകളും മാത്രമായിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ കോടതിയല്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയെ നിങ്ങൾ കോടതിയായി കാണുന്നിടത്തോളം നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ പോലീസായിരിക്കാം, നിങ്ങൾ വക്കീലായിരിക്കാം, നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, എന്തൊക്കെ തരം അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഏതൊക്കെ പ്രൊഫഷണൽ നോളജ് നിങ്ങൾക്കുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വിധിക്കൂ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതേ കണ്ടോ എന്ന് പറഞ്ഞൊരു കാര്യം ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊരു മോബിന് ഒരാക്രോശം കൊടുക്കുകയാണ്. ഞാനൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് കുറേ ആളുകൾ ചുറ്റും നിൽപ്പുണ്ട്. പല ആളുകൾ എനിക്ക് ഒരു പരിചയമില്ല, കള്ളൻ എന്ന് ഞാൻ നിലവിളിച്ചിട്ട് ഒരാളെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ തലയ്ക്കൊരു അടി കൊടുത്താൽ ആ കൂട്ടം മുഴുവൻ അവനെ തല്ലും. ആരും ചോദിക്കില്ല എന്താണ് മോഷ്ടിച്ചത്, എങ്ങനെയാണ് മോഷ്ടിച്ചതെന്ന്. ചോദിക്കാൻ വരുന്ന ആളുകളുണ്ടാവും, വളരെ വളരെ കുറവായിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ആദ്യം അവനെ തല്ലും. ആ തല്ലിൻ്റെ ഭാഗമായിട്ട് അവൻ കുഴഞ്ഞു വീഴുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കി ജീവിതത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷൻ മുഴുവൻ അവനിൽ തീർത്ത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വരും. ഇതേ മോബ് ആറ്റിറ്റ്യൂഡുമായി സോഷ്യൽ മീഡിയയിലിരിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയ കോടതിയുടെ ഒരു വലിയ പ്രത്യേകത, അവിടെ ആർക്കും കാത്തിരിക്കാൻ സമയമില്ല, ഇൻസ്റ്റൻ്റായിട്ട് കാര്യം നടക്കണം. ഈ ഒരു വീഡിയോ വരുന്ന സമയത്തും നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഒരു കൂട്ടം ആളുകളും അയാൾ തെറ്റുകാരനാണ് എന്നൊരു കൂട്ടം ആളുകളും അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇൻസ്റ്റൻ്റായിട്ട് അവരുടെ ജസ്റ്റിസ് എന്താണെന്നുള്ളത് അവർ പ്രഖ്യാപിച്ചു കഴിയാണ്. ഇൻസ്റ്റൻ്റായി ഡെലിവർ ചെയ്യപ്പെടുന്ന ജസ്റ്റിസ് ഇൻജസ്റ്റിസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പറയും ജസ്റ്റിസ് ഡിലേയ്ഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന്. അതേപോലെ ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇൻജസ്റ്റിസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിലൂടെ വേണം വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പലതരം സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോഴും അതിനോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് അയാളും ചെയ്യുന്നു. അയാൾ നിയമപരമായി ഇതിനെ നേരിടുന്നു. നമ്മൾ സോഷ്യൽ മീഡിയ കോടതിയിലേക്ക് പോയാൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ കാണുന്നുണ്ടോ? ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സ്ത്രീയുടെ ഇതുവരെയുള്ള മുഴുവൻ ചരിത്രവും പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അവരെ ഏറ്റവും മോശക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ പുരുഷന്റെ സൈഡിൽ നിന്ന് ജീവിച്ചിരിപ്പില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് എനിക്കും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നതും ഏറ്റവും മഹത്തരമായി ചിത്രീകരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആളുകൾ പച്ചത്തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ അവരെത്രത്തോളം ധൃതി കാണിച്ചോ, സോഷ്യൽ മീഡിയയിൽ ആ ഒരൊറ്റ വീഡിയോ വെച്ച് വിധി പ്രഖ്യാപിക്കാൻ എങ്ങനെ ആളുകൾ കാത്തിരുന്നോ, അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട്, പോലീസിൻ്റെ അന്വേഷണം നടക്കാനുണ്ട്. അതിനെ തുടർന്ന് അവരൊരു ക്ലിയർ പിക്ചറിലേക്ക് എത്തുകയും അത് മീഡിയയിലൂടെ നമ്മളെ അറിയിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതാണ് ഇതിന് പിന്നിലെ കാരണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്, അവിടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് അയാൾ എങ്ങനെ മരിച്ചു, എന്തിനു മരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ ചോദ്യവും ഉത്തരങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പേ പ്രതി ആരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, ശിക്ഷ വിധിക്കാൻ തുടങ്ങി. ഇതേ കാര്യത്തെ ഭയന്നായിരിക്കില്ലേ ഇപ്പം എല്ലാവരും ചോദിക്കുന്ന അതേ ചോദ്യം, ഈ വീഡിയോ ആണ് അയാൾക്ക് മനോവിഷമം ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കരുതുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിയമവ്യവസ്ഥയെ പേടിക്കുന്നതിനേക്കാൾ അയാൾ പേടിച്ചിട്ടുണ്ടാവുക ഇതേ സോഷ്യൽ മീഡിയയുടെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഇതെല്ലാം ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ച് ഇവൻ്റെ ഈ മുഖം എല്ലാവരും കാണട്ടെ എന്നൊക്കെ അങ്ങനെ ആക്രോശിച്ച് നിൽക്കുന്ന ഈ സോഷ്യൽ മീഡിയ കൾച്ചറിനെ അല്ലേ അയാൾ ഭയപ്പെട്ടിട്ടുണ്ടാവുക. അതേ കൾച്ചറല്ലേ നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുക, എന്താ ചെയ്യേണ്ടത്? സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി തനിക്കിങ്ങനെ ഒരു അനീതി ഉണ്ടായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പെൺകുട്ടിയോട് നമ്മൾ പറയേണ്ടത്, നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾക്ക് അനീതി നേരിട്ടിട്ടുണ്ട് എന്നുറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകൂ, ഞാൻ നിങ്ങൾക്കൊപ്പമാണ്, നമ്മളൊപ്പമുണ്ട് എന്ന ഉറപ്പ് അവർക്ക് കൊടുക്കുക. അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. ആൻഡ് ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയോടും നമ്മൾ അത് തന്നെയാണ് പറയേണ്ടത്. നിങ്ങളിതിനെ നിയമപരമായി ഫേസ് ചെയ്യണം. നിങ്ങൾക്കെതിരെ തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഡിഫമേഷൻ കേസ് കൊടുക്കണം. രണ്ട് വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലൂടെ കടന്നുപോയി വേണം നീതി ഉറപ്പാക്കാൻ. ഇത് പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്, ഒരേ സമയം എങ്ങനെയാണ് ഇരയോടും വേട്ടക്കാരനോടും ഒപ്പം നിൽക്കാൻ പറ്റുകയെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയധികം വിഭിന്നമായ ആശയങ്ങളും ചിന്തകളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ നാടിൽ ഇതിനെ നിലനിർത്തിപ്പോരുന്ന ഇവിടുത്തെ നിയമ സംവിധാനം നമ്മളോട് പറയുന്നത് രണ്ടു പേർക്കും സമയം കൊടുക്കണമെന്നാണ്, രണ്ടുപേരുടെയും വാദം കേൾക്കണം എന്നാണ്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷൻസിലാണ് കൂടുതലും വർക്ക് ചെയ്യുക. നമുക്ക് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊക്കെ ഉണ്ടാവും, അങ്ങനെയാണ് മനുഷ്യൻ. പക്ഷേ ഏത് ഘട്ടത്തിലാണോ ഈ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്, പക്ഷേ ഈ ഇമോഷൻസ് എപ്പോഴാണോ നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങുന്നത്, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾ ആ എൻറ്റയർ സിസ്റ്റത്തിൽ ഒരു പ്രശ്നത്തിന് കാരണമായി മാറുകയാണ്. അങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് അത് സമൂഹത്തിന് തന്നെ ദോഷമാണ്. അത് ചിലപ്പോൾ ഒരു കൂട്ടം മനുഷ്യരുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെയോ ഒക്കെ ജീവിതം ജീവനും ഒക്കെ ഇല്ലാതാക്കാവുന്ന ഒരു കാര്യമായി മാറും. ഇപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയ റിയാക്ഷൻസിലൊക്കെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തു, അതുകൊണ്ട് ഈ പെണ്ണിനെ നമ്മൾ ശിക്ഷിക്കണം. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ പോലുമുണ്ട്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഇമോഷൻസ് മാത്രമാണ്. പിന്നെ സാഹചര്യം മുതലെടുക്കുക എന്ന് പറയുന്നൊരു മനോഭാവമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു പോസ്റ്റ്, ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങളുടെ മതം പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന്. ഇങ്ങനെയും ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ഈ ഇമോഷൻ്റെ ഹൈയിൽ നിൽക്കുന്ന ആളുകളെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കേസിൽ ഈ വീഡിയോ ചിത്രീകരിച്ച സ്ത്രീക്ക് എതിരെ ഒരു കേസുണ്ട്, അവരത് നിയമപരമായി നേരിടട്ടെ. അതേപോലെ തന്നെ ഇത്തരമൊരു വീഡിയോ, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വീഡിയോ ചിത്രീകരിച്ചാൽ അതൊരു തെളിവായി നിങ്ങളുടെ കയ്യിൽ വെക്കൂ. ചാടിക്കേറി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒന്നല്ല. ഒരു ഡെത്ത് ത്രെട്ട്, നിങ്ങളെ കൊല്ലാൻ വരെ, നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു തെളിവൊക്കെയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കാം. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് തെളിവായി കയ്യിൽ വെച്ച് എപ്പോഴാണോ നിങ്ങളുടെ മാനസികാവസ്ഥ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ, ഇയാൾക്കെതിരെ നടപടികൾ ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നത്, ആ സമയത്ത് അത് തെളിവായി ഉപയോഗിക്കുക. നിയമപരമായി മുന്നോട്ട് പോകാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണങ്ങളായി ഇത് ചുരുങ്ങുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു ജനറലൈസേഷനാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇങ്ങനെ വീഡിയോ ചിത്രീകരിക്കുന്നവന്മാരെല്ലാം പ്രശ്നക്കാരാണ്. അതായത് ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇരയാണെന്ന് പറയുന്ന ആളുകളൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പറയുന്നൊരു ജനറലൈസേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ കുറച്ച് മുമ്പത്തെ കാര്യം നോക്കിയാൽ ഇങ്ങനെ വീഡിയോയിൽ വരുന്നവന്മാരൊക്കെ വൃത്തികെട്ടവന്മാരാണ് എന്ന് പറയുന്നൊരു ജനറലൈസേഷൻ നമ്മൾ എന്തിനാണ് ജനറലൈസ് ചെയ്യുന്നത്? നിയമപരമായി അവർ മുന്നോട്ട് പോട്ടെ. ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ വരുമ്പോൾ പോലും ആ വീഡിയോയിലെ ഇര ആരാണോ അവരോട് നിയമപരമായി പോരാടാനും മറ്റേ ആളോട് നിങ്ങൾ കോടതിയിൽ തെളിയിക്കൂ എന്ന് പറയാനും നമുക്ക് പറ്റണ്ടേ? അല്ലാതെ സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു, സമൂഹം എന്ത് പറയുന്നു എന്ന് കരുതി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ആ കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ പോകുമ്പോഴുള്ളൊരു പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
സവാദിനെ മാലയിട്ട് സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടേത്. അതിനോടൊപ്പം അയാൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ഏറ്റവും മോശക്കാരിയായി ചിത്രീകരിച്ച നാടുമാണ്. അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു വേവ് വരുന്നു, ഒരു പെർട്ടിക്കുലർ ഇമോഷൻ വരുന്നു, അതിൻ്റെ കൂടെ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കിവിടെ ഒന്നും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചിന്തകളില്ല. അതേപോലെ തന്നെ എത്രയോ നിരപരാധികളായിട്ടുള്ള ആളുകളെ ജയിലിൽ അടച്ച് അവർ പുറത്തിറങ്ങിയാൽ അവർക്കൊരു ജീവിതം കിട്ടരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും കൂടിയുള്ള സൊസൈറ്റിയാണ് നമ്മുടെ. ഇവിടുത്തെ പ്രശ്നം ആരുടെയെങ്കിലും ഒരാളുടെ പക്ഷം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് ചെയ്യാതെ നമ്മൾ നിയമപരമായി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ് ആളുകൾ പറയുക. ഒരു സ്ത്രീക്കെതിരെ ഒരു അനീതി ഉണ്ടായി എന്ന് സ്ത്രീ പറയുന്നു, ഒരാൾക്കെതിരെ പരാതി ഉണ്ടാവുന്നു, അത് നിയമപരമായി കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടട്ടെ എന്ന് കരുതുന്ന, എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ ഇവിടെ സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറും. ഞാൻ അവൾക്കൊപ്പം എന്ന് മാത്രം പറയുകയോ അല്ലെങ്കിൽ അവനൊപ്പം എന്ന് മാത്രം പറയുകയോ ചെയ്യുന്നാൽ അവർ രണ്ട് കൂട്ടരാണ്, രണ്ട് ആറ്റിറ്റ്യൂഡായിട്ട് നിൽക്കും. ഇതിനിടയിൽ നിയമപരമായി ഇത് മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറുക? ആക്ച്വലി ഒരു നല്ല സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ നിയമ സംവിധാനത്തിന് വിശ്വസിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നവരല്ലേ. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നാളെയും ഇതുപോലൊരു വീഡിയോ വരാം. ആ വീഡിയോ വരുമ്പോൾ ഈ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പെൺകുട്ടി അവളെ മോശമായ രീതിയിൽ ഒരാൾ സ്പർശിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിന്നെപ്പോലുള്ളവളുമാരെയൊക്കെ എങ്ങനെ വിശ്വസിക്കൂടി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ ഇവിടെ ഒരു കൂട്ടം ആളുകളുണ്ടാവും. ആ പെൺകുട്ടിയുടെ പരാതി ന്യായമാണെങ്കിലോ. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ കോടതികൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല. വിധി പ്രഖ്യാപിച്ചേ പറ്റും, ശിക്ഷ നടപ്പിലാക്കിയേ പറ്റും. നമുക്കിവിടെ കാത്തിരിക്കാൻ പറ്റില്ല. നാളെയും സിമിലർ സിറ്റുവേഷൻസ് വരാം. നമ്മൾ ചെയ്യേണ്ടത് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, നിൻ്റെ കുടുംബത്തിലൊരു പെൺകുട്ടിക്ക് ഈ ഗതി വന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ. ശരി, പെൺകുട്ടിക്കെതിരെ മോശമായി പെരുമാറുന്ന ആൾ അവൻ്റെ കയ്യും കാലും തല്ലി പിടിക്കണം, അവൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ വാശി പിടിക്കുന്ന, ബഹളം വെക്കുന്ന കുറേ ആളുകളുണ്ട്. ആ പരാതി നിങ്ങൾക്കെതിരെയാണെന്ന് വിചാരിക്കൂ. അതിലെ കുറ്റാരോപിതൻ നിങ്ങളാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം വേണം. കോടതിയിൽ പോയി എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്കൊരു സ്പേസ് വേണം. ആ സ്പേസ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുക? അതോ നമ്മുടെ കുടുംബത്തിലൊരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ വന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? സോ ഇവിടെ കുറ്റം ആരോപിക്കുന്ന ആൾക്കും ആരോപിക്കപ്പെടുന്നയാൾക്കും അവരവരുടെ ഭാഗം പറയാനും ആരുടെ ഭാഗത്താണ് നീതി എന്നുറപ്പിക്കാനും സമയം വേണം. ഇനി ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിലേക്ക്, ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം. അവിടെ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനെക്കുറിച്ച് അത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അയാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് നിയമപരമായി ഫൈറ്റ് ചെയ്ത് തൻ്റെ നിരപരാധിത്വം, അയാൾ നിരപരാധിയാണെങ്കിൽ അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾക്ക് കഴിയാതെ പോയത്, അല്ലെങ്കിൽ അതിലും മികച്ചത് മരണമാണ് എന്നൊരു പക്ഷേ അയാൾ ചിന്തിച്ചു പോയത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പരാജയമാണ്. സോഷ്യൽ മീഡിയയിലെ ട്രോളുകളെയും കുറ്റപ്പെടുത്തലുകളെയും കളിയാക്കലുകളെയും ഇതൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരുടെയും കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നോക്കുമ്പോൾ തനിക്ക് നേരെ വരാനുള്ള ഒരു ഊറിച്ചിരിക്കുന്ന മുഖത്തെ പേടിച്ച് അയാൾ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ കൂടി പരാജയമാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇല്ലാതാക്കുകയോ കൊല്ലുകയോ നശിപ്പിച്ച് കളയുകയോ ഇനി ഒരിക്കലും ജീവിക്കാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറയുകയോ ചെയ്യുന്നൊരു സിസ്റ്റം അല്ല ഇവിടെയുള്ളത്. ഞാൻ ശിക്ഷിക്കപ്പെടുകയും ശിക്ഷാ നടപടികളിലൂടെ കടന്നുപോയി ഞാനൊരു നല്ല മനുഷ്യനായി റിഫോം ആവുകയും, ഞാൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടാവുകയും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഉറപ്പുണ്ടാവുകയും ഞാൻ ഈ സമൂഹത്തിന് നല്ല കോൺട്രിബ്യൂഷൻസ് തരും എന്നുറപ്പാക്കി എന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ജയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ശിക്ഷാരീതികൾ. എല്ലാവരും അതൊന്നും മനസ്സിലാക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ ഒരു കാര്യമല്ല. തെറ്റെന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് തിരുത്തി അയാൾ ഈ സമൂഹത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷനായി മാറുമെങ്കിൽ അതിനുള്ള സാഹചര്യവും ഇവിടെ ഉണ്ടാവണം. അതിനെയും നേരിടാനുള്ള ധൈര്യമാണ് ഇവിടെ വേണ്ടത്. പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഒരാളെ ഇല്ലായ്മ ചെയ്യാനുള്ള വഴികളാണ് ആലോചിക്കുക. അതിനെ ഭയക്കുമ്പോൾ, അതിനെ ഫേസ് ചെയ്യാൻ ഒട്ടും പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യന്മാരുടെ മുമ്പിൽ ഓപ്ഷൻസ് ഇല്ലാതായിപ്പോൾ. ഇനി ആ വീഡിയോ പോസ്റ്റ് ചെയ്ത പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. കാരണം ഇത്തരം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ഒരു ജനപ്രതിനിധിയായിരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും നിർബന്ധമായും സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, ഒരു ഫോർമൽ കംപ്ലയിൻറ്റ് അവർ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു എന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവരത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഫോൺ ചെയ്ത് വിളിക്കുക ചോദിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫോർമൽ കംപ്ലയിൻറ്റ് അവർ കൊടുക്കണമായിരുന്നു. നിയമപരമായി മുന്നോട്ട് പോവുക. അങ്ങനെയാണല്ലോ ഈ നാടിൻ്റെ സിസ്റ്റത്തിനെ വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധി മാതൃകാപരമായ ഒരു കാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല അവർ സൈക്കോളജിസ്റ്റ് ആണെന്ന് ഒരുപാട് ആളുകൾ പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ
ഒരു കൂട്ടം ആളുകളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കാനുള്ളൊരു സാമാന്യ യുക്തി കൂടി അവരവിടെ പ്രകടിപ്പിക്കണമായിരുന്നു. അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകുമ്പോഴും നീതി കിട്ടിയില്ലെന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ആ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവരുടെ മുന്നിലേക്ക് വരുന്ന നിയമപ്രശ്നങ്ങളെ അവർ നിയമപരമായി നേരിടുകയും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കുകയും വേണം. പക്ഷേ ഇപ്പോൾ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിമർശനം എന്നുള്ളതിൽ നിന്ന് മാറി വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും അതിലും കൂടുതൽ മോശമായ ആരോപണങ്ങളിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ, ഇത്തരം സോഷ്യൽ മീഡിയ വിധികൾ ഇനി ഒരു മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാതെ ഇരിക്കട്ടെ. ഒരു കൂട്ടമായി ചേർന്ന് ഒരാളെ ഇല്ലാതാക്കുന്നതും ഒരാൾ സ്വയം ഇല്ലാതാവുന്നതും രണ്ടും ഈ സമൂഹത്തിനൊരു നഷ്ടമാണ്. തെറ്റ് ചെയ്തവർ തെറ്റ് തിരുത്തി ഈ സമൂഹത്തിൻ്റെ ഭാഗമായി കൂടുതൽ നല്ല കോൺട്രിബ്യൂഷൻസ് തരണം. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്വസ്റ്റ് മുന്നിലേക്ക് വെക്കാണ്. നാളെ ഇനിയും പരാതികളുമായി മുന്നോട്ട് വരുന്ന ആളുകളെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളിത് എത്തിക്കരുത്. ലിംഗഭേദമന്യേ തനിക്കൊരു അനീതി ഉണ്ടായി എന്ന് തോന്നിയാൽ അത് തുറന്നു പറയാൻ തെളിവടക്കം ഒരാൾക്ക് മുന്നോട്ട് വരാൻ പറ്റണം. പക്ഷേ തനിക്കെതിരെ ഉണ്ടാവുന്ന വ്യാജ പരാതികൾ അത് വ്യാജമാണെന്ന് സ്വയം ബോധ്യമുള്ളിടത്തോളം അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒരാൾക്ക് കരുത്തുണ്ടാവണം. അയാൾ ഒരിക്കലും ഈ സമൂഹത്തിനെയോ സമൂഹ മാധ്യമങ്ങളെയോ പേടിച്ച് ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ. ദീപക്കിന് ആദരാഞ്ജലികൾ നേരുന്നു. അയാളുടെ വിയോഗമുണ്ടാക്കുന്ന നഷ്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കരകയറാൻ സാധിക്കട്ടെ. അയാൾ അർഹിക്കുന്ന നീതി അയാൾക്ക് ലഭ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു സൊസൈറ്റി എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ റിഫോം ആവാൻ നമുക്ക് പറ്റട്ടെ. തിക്കും തിരക്കുകളും ഒന്നും ഇല്ലാത്തൊരു സമൂഹമായി മാറാൻ നമുക്ക് പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.